CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിന്റെ ജനൽപാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറും കൊടിമരവും ഗുണ്ടാസംഘം തകർത്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. 3 അംഗ സംഘമാണ് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഓഫീസ് തല്ലി തകർത്തത്. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ മുൻവശത്തെ വാതിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടടിച്ച് കേടുവരുത്തി. വീടിന് മുന്നിലുണ്ടായിരുന്ന 2 ബൈക്കുകളും അടിച്ച് നാശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘം ദേവസ്വം ഓഫീസിലെത്തി വാൾവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴക്കിയതായും പറയുന്നു. 2 ദിവസം മുമ്പ് PA ദേവിദാസിന്റെ വീട് ഇതേ സംഘം ആക്രമിച്ചിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശിന്റെയും വീടിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. സംഭവമറിഞ്ഞ് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് KK വത്സരാജ് ആരോപിച്ചു. എത്രയും പെട്ടെന്ന് പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. നേരത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേരെയും കടന്നാക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ വീടുകളിലേക്കും ഇതുപോലെ തന്നെയുള്ള കടന്നാക്രമണം ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിന്റെ നേരെയുള്ള ഈ കടന്നുകയറ്റത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകളെ അടിയന്തരമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവിടെ സമാധാനാന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കേണ്ടത് ഉത്തരവാദപ്പെട്ട പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ള നടപടി ഇവിടുത്തെ പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. സംഭവത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. നേരത്തെ വീടാക്രമണ കേസിൽ പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും പ്രതികളെ പിടികൂടിയിരുന്നില്ല. TCV ന്യൂസ്, കയ്പമംഗലം.